Hello, good morning dear children. I am Reshma. In today's class, we are going to introduce a new subject, that is marketing management, second semester BCom. This is a theory paper. It is mainly related with the different marketing aspects relating to business. It includes 5 modules. 5 modules ആണ് നമ്മുടെ marketing management എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ളത്. First module is introduction to marketing management. Second module is delivering and capturing value. Third is communicating value. Then delivering value, and the last is e-marketing. These are the main modules relating to our subject. Our first module is relating to introduction to marketing management. What is marketing and how it is relating to business? So dear children, our first topic or the first chapter or module is introduction to marketing. മാർക്കറ്റിംഗ് ഇസ് എവ്രിവെയർ. നമുക്ക് എല്ലായിടത്തും നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് എവ്രിവെയർ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ടച്ചസ് എവ്രി ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇല്ലാതെ നമുക്ക് ഒരു ഫീൽഡിലും നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലൈഫ്. To understand marketing, it is necessary to study certain important core concepts relating to marketing. Some of the core concepts are, first one, that is customer. Who is a customer or what is customer? Customer is a person. Customer is an important person relating to marketing. Customer is considered as the most important person of marketing. Who is a customer? A customer is a person or a company who purchase goods and services. ആരാണോ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നത്, അതൊരു വ്യക്തിയാകാം, ഒരു കമ്പനിയാകാം, സർട്ടൻ പാർട്ടീസ് ആകാം. ആരാണോ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നത് ആ വ്യക്തിയെയാണ് നമ്മൾ കസ്റ്റമറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Comparing to consumer is the person who purchases, person who consumes goods and buys but not always and uses a product or service. ആ പ്രൊഡക്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ആളിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മദർ ആ മദർ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഫുഡ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ആരായിരിക്കും? കസ്റ്റമർ ഇസ് ദ മദർ ആൻഡ് ദ കൺസ്യൂമർ ഇസ് ദ ബേബി, അല്ലേ? ബേബി ആയിരിക്കും അവിടെ കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ ദാറ്റ് is the difference between customer and consumer. Consumer is the user and customer is the person who purchase goods and services. കസ്റ്റമേഴ്സും കൺസ്യൂമേഴ്സും കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോർ കോൺസെപ്റ്റ്സ് ആണ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. എന്താണ് നീഡ്, എന്താണ് വാണ്ട്സ്? മാർക്കറ്റിംഗ് ബിഗിൻസ് ഫ്രം കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. എല്ലാ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളിൽ നിന്നാണ്. സോ കസ്റ്റമറിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ നീഡ്സ് സിംപ്ലി മീൻസ് നെസസിറ്റി. കസ്റ്റമറിൻ്റെ ആവശ്യകത, അതിനെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. സോ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ ഓൾവേസ് റിലേറ്റിംഗ് ടു മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ ബേസിക് ഹ്യൂമൻ റിക്വയർമെൻറ്റ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനിൽ നമ്മൾ കണ്ടുവരുന്ന ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആണ് നീഡ്സ് എന്ന് പറയുന്നത്. സോ നീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു നെസസിറ്റിനെയാണ് നമ്മൾ നീഡ്സ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ദെൻ എന്തായിരിക്കും അപ്പോൾ വാണ്ട്സ്? വാണ്ട്സ് ആർ ദ തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തിങ്സിനെയാണ് നമ്മൾ വാണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യകത എന്താണോ ആ ആവശ്യം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് ചില വാണ്ട്സ് വാണ്ട്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മളെ നീഡ്സ് എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ആകുന്നത്. സോ വാണ്ട്സ് എമേർജ് ഫ്രം നീഡ്സ്. നീഡ്സിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? വാണ്ട്സ് ഉണ്ടാകുന്നത്. സോ നീഡ്സ് ആർ ജനറൽ വൈൽ വാണ്ട്സ് ആർ സ്പെസിഫിക്. അപ്പോൾ നീഡ്സ് ജനറലാണ്, എല്ലാവരിലും ഉള്ളതാണ്. വാണ്ട്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്. അപ്പോൾ നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ വാണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
കിഡ്സിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ടോയ്സ് എന്ന് പറയുന്നത് അവരുടെ എന്താണ് ഒരു നീഡാണ് അല്ലേ. ടോയ്സ് ഫോർ പ്ലേയിങ്, അവർക്ക് കളിക്കണം, അതിനു വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ടോയ്സ് ആയിരിക്കാം. പക്ഷേ ഏത് ടോയ് അവർ ചൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് ടോയ് അവർ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ വാണ്ട്സ് ആണ്. സോ ബോത്ത് ആർ ഡിഫറെൻറ്റ്. നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ കോമൺ ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ്. നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വാണ്ട്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. ദാറ്റ്സ് ഓൾ. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നീഡ്സ് സിംപ്ലി മീൻസ് നെസസിറ്റി. ഇറ്റ് ഈസ് ദ ബേസിക് ഹ്യൂമൻ റിക്വയർമെൻറ്റ്. നെസസിറ്റിയാണ് നീഡ്സ്. ദെൻ വാണ്ട്സ് ആർ ദ തിങ്സ് ദാറ്റ് സാറ്റിസ്ഫൈ അവർ നീഡ്സ്. നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തിങ്സാണ് വാണ്ട്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ബോത്ത് ആർ ദ കോൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു മാർക്കറ്റിംഗ്. ദെൻ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കോൺസെപ്റ്റാണ് പ്രോഡക്ട്സ്. വാട്ട് ഈസ് പ്രോഡക്റ്റ്? എ പ്രോഡക്റ്റ് ഈസ് എനി ഗുഡ്, സർവീസ് ഓർ ഐഡിയ ദാറ്റ് ക്യാൻ ബി ഓഫേർഡ് ടു എ മാർക്കറ്റ് ടു സാറ്റിസ്ഫൈ എ വാണ്ട് ഓർ നീഡ്. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ഐഡിയ, അതിനെയാണ് നമ്മൾ പ്രോഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ എനിത്തിങ് എ കൺസ്യൂമർ വിൽ ഗെറ്റ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഹിസ് മണി. പണം കൊടുത്തു കഴിഞ്ഞാൽ കൺസ്യൂമറിന് ലഭിക്കുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾ പ്രോഡക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. സംടൈംസ് ഇറ്റ് ഇസ് എ ഗുഡ്, സംടൈംസ് ഇറ്റ് ഇസ് എ സർവീസ് ഓർ അതർവൈസ് ഇറ്റ് ഇസ് എൻ ഐഡിയ. ഏത് രീതിയിലായാലും കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു തിങ്, അതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ കൺസ്യൂമർ പണം കൊടുത്ത് കൈക്കലാക്കുന്ന അല്ലെങ്കിൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കൺസ്യൂമറിനെ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ഈസ് എനി കൈൻഡ് ഓഫ് ഗുഡ് ഓർ സർവീസ് ഓർ ഐഡിയ consumer will get for exchange of his money. Then one of the famous definition of a product is from Philip Kotler. Philip Kotler is one of the important marketing related thinker. So his well-known definition is a product is anything tangible or intangible that can be offered to a market for attention, acquisition, use or consumption that might satisfy a need or want. ഒരു വ്യക്തിയുടെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു തിങ് ഒരു വ്യക്തിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ടാഞ്ചിബിൾ ആയിക്കോട്ടെ ഇൻടാഞ്ചിബിൾ ആയിക്കോട്ടെ അത്തരം തിങ്സിനെയാണ് നമ്മൾ പ്രൊഡക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. Children, let's discuss about important features of product. പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first feature or the first characteristics is tangibility. Products are tangible in nature. Customers can touch, see or feel a product. ആ പ്രൊഡക്റ്റിനെ നമുക്ക് ടാഞ്ചിബിളാണ്, പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രൊഡക്റ്റിന് എക്സാമ്പിളാണ് കാർ, ബുക്ക്, കമ്പ്യൂട്ടർ. ഈച്ച് ആൻഡ് എവറി കൈൻഡ്സ് ഓഫ് തിങ്സ് വി ഹാവ് ടു ടച്ച്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും പ്രൊഡക്റ്റായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദേ ആർ ടാഞ്ചിബിൾ ഇൻ നാച്ചർ. വി ക്യാൻ ടച്ച്, സീൻ ആൻഡ് ഫീൽ പ്രോഡക്ട്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്. And the second characteristic is intangible attributes. പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം തന്നെ ഇൻടാഞ്ചിബിൾ ആയിരിക്കും. സർവീസ് പ്രോഡക്ട്സ് ആർ ഇൻടാഞ്ചിബിൾ ഇൻ നാച്ചർ. നമ്മൾ പറഞ്ഞു, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുമുണ്ട്, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുമുണ്ട്. ടാഞ്ചിബിൾ പ്രോഡക്ട്സിന് എക്സാമ്പിളാണ് ബുക്ക്, പേപ്പർ, പെന്ന്, കാറ് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് നാച്ചുറുള്ള പ്രോഡക്ട്സാണ് ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് സർവീസസ്, ഇൻഷുറൻസ് സർവീസസ്, ഡോക്ടർ കൺസൾട്ടൻസി സർവീസസ് എക്സെട്ര. The product may be the combination of both tangible and intangible attributes like restaurant, transportation. ഇതൊക്കെ എന്താണ്? ഈ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് കൂടി ചേർന്നിട്ടാണ് റെസ്റ്റോറൻറ്റ്സും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ വരുന്നത് അല്ലേ. അവിടെ നമുക്ക് ഒരു സർവീസുമുണ്ട്, അതിലൂടെ നമുക്ക് എന്താണ്, നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അതേപോലെ ഒരു സേവനം കൂടിയാണ് അവർ തരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു സർവീസാണ്. നമുക്ക് ഒരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട്.
സോ നമ്മളിവിടെ ടാഞ്ചിബിലിറ്റിയും ഇൻടാഞ്ചിബിലിറ്റിയും പറഞ്ഞു, കോമ്പിനേഷനും പറഞ്ഞു. ടാഞ്ചിബിലിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് കാറ്, ബുക്ക്, പെന്ന്, പെൻസിൽ തുടങ്ങിയ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ എന്താണ് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിന് എക്സാമ്പിളാണ്. ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സിന് എക്സാമ്പിളാണ് നമുക്ക് കിട്ടുന്ന കൺസൾട്ടൻസി സർവീസസ്, അഡ്വക്കേറ്റ്സിൻ്റെ, ഡോക്ടറുടെ, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള സേവനങ്ങളെല്ലാം തന്നെ ഇൻടാഞ്ചിബിൾ പ്രോഡക്ട്സിന് എക്സാമ്പിളാണ്. ദെൻ നമുക്ക് കിട്ടുന്ന കമ്പൈൻഡ് ആയിട്ട്, അതായത് സർവീസും പ്രോഡക്റ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് കമ്പൈൻഡ് ആയിട്ടുള്ള ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഫെസിലിറ്റീസ്. ഓക്കെ, ദെൻ ദ തേർഡ് ഫീച്ചർ ഇസ് exchange value. Irrespective of the fact that whether the product is tangible or intangible, it should be exchanged in a mutually agreed price. അതായത് പ്രൊഡക്റ്റിന് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടായിരിക്കും. അതായത് സെല്ലറും ബയറും തമ്മിലുള്ള ഒരു എഗ്രീമെൻറ്റ്, അല്ലേ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ഒരു എക്സ്ചേഞ്ച് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രൈസ് അല്ലെങ്കിൽ എഗ്രീഡ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബീങ് എക്സ്ചേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ for a mutually agreed price. That agreed price is known as exchange value. So exchange value is one of the main attraction or the main or important feature relating to a product. പ്രൊഡക്റ്റിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ. അതായത് ഓരോ പ്രൊഡക്റ്റിനും ഓരോ വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ വാല്യൂവിനെ അല്ലെങ്കിൽ ആ പ്രൈസിനെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ്ചേഞ്ച് വാല്യൂ ഇസ് കൺസിഡർ ആസ് വൺ ഓഫ് ദ ഫീച്ചർ. ആൻഡ് ദ ഫോർത്ത് ഫീച്ചർ ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രൊഡക്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, കസ്റ്റമർ അത് വാങ്ങിക്കുമ്പോൾ കസ്റ്റമർ 100% അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ ഫുള്ളി കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈസ് ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്. വാല്യൂ ഓഫ് പ്രൊഡക്റ്റ് ഇസ് ഓൾസോ ഡിറ്റർമിൻഡ് ബൈ ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ബൈ ദ പ്രൊഡക്റ്റ് ആഫ്റ്റർ പർച്ചേസ്. അപ്പോൾ പ്രൊഡക്റ്റിന് കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാനുള്ള യൂട്ടിലിറ്റി ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആകും. So that is another important feature relating to a product, customer satisfaction. So children, here we discuss to marketing, introduction to marketing. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്, കോർ കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്താണ് മാർക്കറ്റിംഗ്, മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ എന്താണ്, കൺസ്യൂമർ എന്താണ്, പ്രോഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നീഡ് എന്താണ്, വാണ്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.